ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് ഫിയർ ക്രാഫ്റ്റാണ് കളിക്കാൻ പോണത്. നമ്മൾ ലൈവ് ഇട്ടുണ്ടായിരുന്നു ഫിയർ ക്രാഫ്റ്റിൻ്റെ. പക്ഷെ ആ വേൾഡ് ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ വേൾഡിൽ നമ്മൾക്ക് അത്ര രസമായിട്ട് കളിക്കാൻ പറ്റിയില്ല. ആ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അതൊക്കെ വന്നു, ഭയങ്കര ബോറായി പോയി വീഡിയോ. അത് കാരണം ഞാൻ പുതിയ ഒരു വേൾഡാണ് കളിക്കാൻ പോണത് ഗൈസ്. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടാവുക, പക്ഷെ എന്നാലും ഈ വട്ടം നമ്മൾ തിരിച്ച് പത്തനംതിട്ട പുതിയ വേൾഡാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ തെറ്റിയിട്ടെന്ന് ആ വേൾഡ് ഡിലീറ്റ് ആക്കി പോയി. അല്ലെങ്കിൽ നമ്മൾക്ക് ആ വേൾഡ് തിരിച്ച് കളിക്കായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെയാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വട്ടം 2 ഉണ്ടായിരുന്നു, ഇതൊക്കെ പോയി. ഈ വട്ടം നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് ഡിലീറ്റ് ചെയ്യാതെ ശരിക്കും കളിക്കണം. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾക്ക് തിരിച്ച് ഫിയർ ക്രാഫ്റ്റിൽ എന്ന് പറഞ്ഞ വേൾഡിലേക്ക് നമ്മൾക്ക് തിരിച്ച് പോകാം ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങുന്നത് 3 എൻ്റെ കൗണ്ടിങ്ങിൽ കറക്റ്റായിട്ട് വരും നോക്കാം. 3, 2, 1 ജി. കറക്റ്റ് ടൈമിന് എനിക്കറിയായിരുന്നു ഗോ പറഞ്ഞാൽ വരില്ല എന്ന്. അത് കാരണം കറക്റ്റ് ജി. നമ്മൾ വെളിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഭയങ്കര സംശയം. എനിക്കൊന്നും ഇതിനെ പറ്റി അറിയുന്നില്ല. ഞാൻ പറയണമെങ്കിൽ കുറച്ച് ദൂരെ പോകാം. എനിക്ക് ഇവിടെ നിൽക്കുന്നത് സേഫ് ആയിട്ട് തോന്നുന്നില്ല ഗൈസ്. കാരണം നമ്മൾ കയറിയ ഉടനെ ഇത് പിടിക്കാൻ വന്നു. ഇത് നമ്മൾ കയറിയിട്ടുള്ള ഗൈസ്. നമ്മൾ കയറിയ ഉടനെ ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞുടനെ അവിടെ നിൽക്കുന്നു പ്രാതം. ഓക്കെ, ഫുഡ് വാങ്ങിയ ഓക്കെ ഫുഡ് WOOD നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. വെയിറ്റ്, ഓർഡർ വേണം. എന്താ നോക്കണേ? എന്താ എന്നെ നോക്കണേ? എനിക്കറിയില്ല. സാധാരണ ഡ്രോണാവും, കോമൺ കാര്യവും. ഓക്കെ, നമ്മൾക്ക് ഇനി പിക്കാക്സ് ഉണ്ടാക്കി നമ്മൾ മൈനിങ്ങിന് പോകുന്നു. അപ്പോൾ ഞാൻ ഇനി മൈനിങ്ങിന് പോയാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോഴേക്കും നമ്മൾക്കൊന്നും ഭയപ്പെടാതെ മൈനിങ്ങിന് പോകാം. ഓക്കെ നമ്മൾക്ക് 2 പിക്കാക്സ് ആയിപ്പോയി വുഡിൻ്റെ. ആ കുഴപ്പമില്ല, നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ നമ്മളിപ്പോൾ 8 വുഡ് അല്ല കോബിൾ സ്റ്റോണ് 10 12 13 14 15 16 അങ്ങനെ കുറേ ആയിരുന്നു. ഓക്കെ, ഓക്കെ ഗൈസ്. പടി ഞാൻ മുകളിൽ എന്തോ നടക്കണ ശബ്ദം കിട്ടും. ഞാൻ സത്യമായിട്ടും പറയാം, എന്തോ മുകളിലുണ്ട്. പന്നെന്തുണ്ടായേ? നിങ്ങളാവട്ടെ, നമ്മൾക്ക് മുകളിൽ പോവാം. അപ്പോൾ മുകളിൽ ആട് ചെയ്യുന്നു. ഇതെന്തത് ആട്? ഞാൻ അറിയാതെ ചോദിക്കുക, ഈ വുഡ് ഇതെങ്ങനെയാ ഗൈസ്?
ഈ വുഡ് ഞാൻ തൊട്ടിട്ട് പോലുമില്ല. എന്നിട്ട് സാഡൽ വുഡ് അത് സാഡലല്ലേ, ഏതോ ഒരു വുഡ്. എൻ്റെ ദൈവമേ, ഞാൻ കേറിയിട്ടുള്ള കൊള്ളിലേക്ക്. യോ ഓക്കെ, നമ്മൾക്ക് ഒന്നും മൈൻഡ് ചെയ്യണ്ട. സിമ്പിളായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു മൈൻഡ് ചെയ്യാനുള്ളതുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് അതിനെ കൊന്നു ഗൈസ്. ഷോയേ അതവിടുന്ന് വന്ന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇതിനാണ് പറയാ മിനി ഹാർട്ട് അറ്റാക്ക്. ഞാൻ പോലും കണ്ടില്ല, അത് ഒന്നും വന്നേ. മുമ്പൊന്നും ഒരു ജംസ്കെയർ വന്നിട്ട് ഒറ്റ വരെ വന്നു. സത്യം കിട്ടും ഇതെങ്ങനെ ഇതെങ്ങനെ ഇപ്പം ഞാൻ ബ്ലോക്സ് കുറച്ച് അല്ലേ, അതായത് ഇതായിരുന്നില്ലേ നമ്മളിപ്പം അതിനെ കണ്ട ഇവിടെ. അതെ ഇവിടെ എവിടെയാ അതെ എൻ്റെ ഐറ്റംസ് അത് പോയി ഭാഗ്യത്തോടെ. പക്ഷെ അതിങ്ങനെ പോയിരുന്നു ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോയി, തെറിച്ച് പോയി. ഇതെന്തൊരു കഷ്ടം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന മോഡലിടാൻ കൊടുക്കും, പിന്നെ പേടിക്കാതിരിക്കും. എന്താ ചെയ്യാ? ഓക്കെ, ഫുഡ് കളക്ട് ചെയ്തു. തോന്നിനി നമ്മളുള്ളത് ഉണ്ടാവുന്നത് ഉറപ്പായിരുന്നത്. നടക്കണ പോലെ ശബ്ദം കേട്ടോ, എനിക്ക് തോന്നി. ഓക്കെ അത്രേ. ഓക്കെ 20 വുഡ്. നമ്മുടെ കോബിൾ സ്റ്റോൺ എവിടെയാ? അതെ ഞാനത് കിട്ടിയില്ല, മറന്നു പറ്റി. കോബിൾ സ്റ്റോൺ എടുത്തു. 42 ഉണ്ട് ഇപ്പോഴും. 42 ഉണ്ട് കറക്റ്റാണ്. ഞാൻ പശുവിൻ്റെ അടുത്തുള്ളത് വെൻഡിങ് കോയ ആവാതിരുന്നാൽ മതി. വെൻഡിങ് കോയ ആവോ? ഞാൻ പശുവോട് ചോദിച്ചു നോക്കാം. പശു എന്തേന്ന്, നീ വെൻഡിങ് കോയ ആവോ? ഇല്ലാന്ന്. പക്ഷെ എന്നാലും ഞാൻ നിന്നെ കൊല്ലില്ല, എനിക്ക് പേടിയുണ്ട്. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അത് കാരണം ഞാൻ സ്വയം ഓക്കെ. ഇപ്പോ ഞാൻ സാധാരണ പോലെ കളിക്കായിരുന്നു, ഇത്ര പശു ഉണ്ടാവാറില്ലായിരുന്നു. സത്യം ഇപ്പോൾ ഞാൻ ഹോറർ മോഡ് വെച്ചിട്ട് എന്നെ പിടിക്കാൻ വരുന്ന ഒരു മോഡ് വെച്ചിട്ട് ഞാൻ കളിക്കുമ്പോൾ 100 കണക്കിന് പശുവാണ് വരുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് 21 വുഡ്, വെറും 21 വുഡും പിന്നെ മറ്റേ ഓക്ക് പ്ലാങ്ക്സ് ഉണ്ട് 64 എണ്ണം. നമുക്കിനി വീടുണ്ടാക്കാം. ഓക്കെ, ഒരു പെർഫെക്റ്റ് സ്പോട്ട് വേണം. ഓക്കെ, ഷീപ്പ് കാണാണ്ട് പിന്നെ ഇവിടെ. നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ യാത്ര തുടങ്ങാം. ഓക്കെ, ഇവിടെ കുറേ ഫുഡുണ്ട്, ഫുഡ് ഇപ്പോഴത്തേക്ക് വേണ്ട. ഓക്കെ, ഇത് മതി, ഈ സ്ഥലം മതി. ഇത് മതി ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി കറക്റ്റായിട്ട് ഉണ്ടാക്കണം. ഇവിടെ മതിയാവില്ലേ? ഇവിടെ മതിയാവില്ലേ? ഇവിടെ വേണ്ട, എനിക്ക് ഇവിടെ മതിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അടുത്തല്ലോ പറഞ്ഞു. എന്ന് പറയണ്ട കണ്ട്.
ഓക്കെ, നമ്മൾക്ക് ഇനി എവിടെ നടക്കുക എന്താ, അതായത് ഇത് വയ്ക്കുക. ഓ പണി പാളി കഴിച്ച് രാത്രി ആയി തുടങ്ങി. ഓ 10 മിനിറ്റ് വീട് കൊടുത്തിട്ട് ഇപ്പോൾ രാത്രി പറയാലോ പറഞ്ഞ പോലെ. മൈൻക്രാഫ്റ്റിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും 10 മിനിറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി തുടങ്ങിയത്. ഓക്കെ, ഇത് മതി, പെർഫെക്റ്റ് സ്പോട്ട് കിട്ടി. അയ്യോ ഇല്ലില്ല, കുറച്ചുകൂടി മുമ്പ്. ഓ വേഗം വേഗം. പെർഫെക്റ്റ് സ്പോട്ട് വെറുതെ നോക്കി. ഇത് പെർഫെക്റ്റ് ആണല്ലോ. ഓക്കെ, അത് വന്നു. ഞാൻ ഇപ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ക്യൂബ് ഉണ്ടാക്കുകയാണ് ഗൈസ്. എനിക്ക് നല്ലോണം പേടിയുണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് ഡ്വെല്ലർ. എൻ്റെ എല്ലാ ഇൻവെൻട്രിയിലത്തെ സാധനം പോവും. അത് ഇനി രാവിലെ ആയിട്ട് കാണാം, വേറെ വഴിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെയായി നമ്മുടെ കേജോ എന്താ ഇതിനാ പറയുക, പെട്ടി, കുഞ്ഞിപ്പെട്ടി. അതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു ഗൈസ്. കുഞ്ഞിപ്പെട്ടിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഓക്കെ, നമുക്കിനി കുറച്ചുകൂടെ നേരം 2-3 മിനിറ്റൊക്കെ ഒന്ന് നോക്കാം. സ്ഥലം കണ്ടുപിടിക്കില്ല, നല്ല സ്ഥലം വേണ്ട. ഓക്കെ, ഇത് നല്ല സ്ഥലമാണോ? ഇത് നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. അത്ര ഭംഗിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് മതിയാവും, ഇത് മതി. ഇത് ഇഷ്ടമായിട്ടുണ്ട്, എനിക്കിത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇനി കമൻറ്റിൽ പറഞ്ഞാൽ മതി ഗൈസ്. ഞാനപ്പോൾ ഇത് മാറ്റാം. ഈ സ്ഥലം കുറച്ച് പാടുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ വീഡിയോ എടുക്കണം. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥലം മാറ്റാം. ഓക്കെ, നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് സ്റ്റാൻഡ് കളക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല, എനിക്ക് ഉണ്ടാക്കാനായിട്ട് സ്ഥലം കിട്ടാനാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിപ്പം ഗ്ലാസ് ഉണ്ടാക്കാനൊന്നു. ഗ്ലാസ് ഉണ്ടാക്കണേക്കാളും നല്ലതേ ഈ മോഡിൽ എന്തോ പ്രശ്നമുണ്ട്, ഗ്ലാസ് ഇങ്ങനെ തന്നെ പോകുന്നത്. അതായത് അവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് എങ്ങനെ പോവും, എങ്ങോട്ടേക്കോ പോവും. അതിനേക്കാളും നല്ലതേ ഫെൻസ് വെച്ചാൽ മതി. ഫെൻസ് വെച്ചാൽ മതി. ഫെൻസ് വെച്ചാൽ പിന്നെയും എളുപ്പവും. ഓക്കെ, 10 ബ്ലോക്കായി 4. ഓക്കെ 4. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മൾക്ക് കുറച്ച് വുഡ് വേണം. അറിയില്ല, വെള്ളത്തിൽ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഡ്രോണ്ടല്ലേ, എനിക്കറിയില്ലേ, എന്തോ ഉണ്ട് എനിക്ക് തോന്നുന്നു. വേറെ എന്തോ ഉണ്ട്, ഏതോ ഡല്ലറ്. ഓക്കെ, അപ്പം ഞാൻ അതായത് വീട് ഉണ്ടാക്കി കാണാം. വെയിറ്റ് ചെയ്യൂ ഗൈസ്, ഇപ്പം ഉണ്ടാക്കി തരാം.
ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഒരു ആടിനെ കണ്ടിരുന്നു. ആ ആടിനെ ഞാൻ ഇപ്പം കൊന്നു, വേറൊന്നുമില്ല. പിന്നെ നമ്മളുടെ വീട് അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കണ്ണാട, പുറത്തേക്ക് നോക്കാനുള്ളത് വഴി. അത്ര ബുദ്ധികരമായ വഴിയല്ല, കാരണം നമ്മൾക്ക് ഇങ്ങനെയാണ് നോക്കേണ്ടത് പറഞ്ഞത്. പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധികരമായ വഴി എന്ന് പറയുന്നത് ഞാൻ പറയണെങ്കിൽ. ഓക്കെ, ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ആടിന് കണ്ടു. ഇനി നമ്മൾക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. നോക്ക്, വെച്ചു, ഒരു വോളുണ്ടാക്കി, ബെഡ് വന്നു. നമുക്ക് നേരത്തെ ബ്ലാക്ക് കളർ ചെയ്യുന്നില്ലേ കിട്ടിയിട്ടുണ്ടോ? ഇത് എന്താണ് ഷീപ്പൻ്റെ വോള്. ഈ വട്ടം നമ്മൾ ബ്ലാക്ക് നിന്ന് വെള്ളയാക്കിയപ്പോൾ സിമ്പിളായിട്ട് ബെഡ് ഉണ്ടാക്കി. എന്തോ നമ്മൾക്ക് ഈ മിക്സ്ഡ് കളറായിട്ടുള്ള ബെഡ്, നമുക്ക് വെള്ളയാക്കേണ്ട ആവശ്യമില്ല. മിക്സ്ഡ് കളറുള്ള ഈ ബെഡ് അവർക്ക് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഭയങ്കര രസമായിട്ടുള്ള കളറായിട്ടുള്ള ബെഡുകൾ കിട്ടും, നമ്മുടെ കസ്റ്റം മോഡൽ ബെഡ്. പക്ഷെ ഇത് ഈ മോജാന്ന് ആ അപ്ഡേറ്റ് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഈസിയൊക്കെ ചെയ്യാം, ഭയങ്കര എളുപ്പവും മൈൻക്രാഫ്റ്റ് കളിക്കാൻ. അത് കാരണം രസം ഉണ്ടാവില്ല, അതാണ് ഒരു പ്രശ്നം. എന്തോ നമ്മൾക്ക് ഇപ്പം തന്നെ ഇത്ര ഫുഡായ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഓക്കെ, രാത്രി പറയും നമ്മൾക്ക് വേഗം വീട്ടിൽ പോവാം. ഉള്ളിൽ കയറാം, വേഗം കയറാം. അയ്യോ വെയിറ്റ്. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്താ ഉള്ളിൽ വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ആയിരുന്നു, ശ്രദ്ധിച്ചില്ല. ഇവിടെയാണല്ലേ? ഓക്കെ ഫാസ്റ്റ്. ഓക്കെ, നമ്മളിത് ഇവിടെ വെച്ചു. ഇവിടെ ആദ്യം നമ്മൾ ഈ ഡോർ വെച്ചു. അതിൻ്റെ ഇവിടെ ഈ ഡോർ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മൾ ട്രിപ്പിൾ ഡോറാണ് വെച്ചേക്കുന്നത്, സേഫ്റ്റി കൂടുതലാണ് നമ്മൾക്ക്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇനി നമ്മൾക്ക് സ്ലാബ് ഉണ്ടാക്കിയിട്ട് മുകളിൽ വയ്ക്കാം, ജസ്റ്റ് ഭംഗിക്കല്ല, കാരണം നമ്മൾക്ക് സ്ലാബ് മതി വയ്ക്കാനായിട്ട്. ഇവിടെ നമ്മുടെ നൈറ്റ് ഡ്വെല്ലർ ചാട്ടൻ എത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടിപ്പന വരുന്നതിൻ്റെ സമയമാകുമ്പോഴുള്ള ശബ്ദം. നമ്മൾക്ക് ഉറങ്ങിയാ പോരെ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് മുകളിലിരുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് വിശ്വാസമില്ല ഗൈസ്. നമ്മൾ സിമ്പിളായിട്ട് അതിനെ നോക്കിയിട്ടാണ് കിടന്നുറങ്ങിയത് തന്നെ. പറയേണ്ടി വരും, നമ്മൾ പ്രോ ഗെയിമേഴ്സ്. എൻ്റെ ദൈവമേ, കറക്റ്റ് ബ്ലോക്സ് ഫിൽഡ് 30 ബ്ലോക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ ഹോം, പുതിയ പേര് സിമ്പിൾ ഹോം. നമ്മൾക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ സാൻഡ് ഉണ്ട്. സാൻഡ് കൊണ്ട് ഈ ഇതുണ്ടാക്കാം. പക്ഷെ ഇതിന് 6 സെൻറ്റ് വെച്ചിട്ട് ഇത്ര ഉണ്ട്. നമ്മൾക്കത് ഉണ്ടാക്കാം ഗൈസ്. അത് നമ്മൾക്ക് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഞാൻ ഈ ഫ്ലോറ് ഏത് ബ്ലോക്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഇപ്പം തന്നെ ആ കമൻറ്റ് ഇടുക വീഡിയോയിൽ, ഫ്ലോറ് ഏത് ബ്ലോക്ക് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്സ് വയ്ക്കാമല്ലോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്സ് തന്നെ വയ്ക്കാമെന്ന്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ വുഡ് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോഡ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കമൻറ്റിൽ. കണ്ടോ,
ഗെയിമർ സെൻസ്, ഇതിനാണ് പറയാം ഗെയിമർ സെൻസ്. ഐ മീൻ ഗെയിമിംഗ് സെൻസ്. അതായത് ഗെയിമേഴ്സിന് മാത്രമല്ല അതും ഗെയിമിൻ്റെ ഉള്ളിൽ കണ്ട. ഇതിനാണ് പറയുക ഗെയിമിംഗ് സെൻസ്. ഗെയിമിങ് ചെയ്യുമ്പോൾ അതിന് സെൻസും വേണം. സ്പൈഡർമാൻ്റെ സെൻസ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, സ്പൈഡർ സെൻസ്. പക്ഷേ ഗെയിമിംഗ് സെൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ ഉണ്ടാക്കിയതാ. എൻ്റെ ഇതെന്താ പുതിയ സൗണ്ട്? ഈ സൗണ്ട് മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഓ മൈ ഗാഡ്. ഓക്കെ, അത് വെറുതെ ഒരു രസത്തിനുള്ള സൗണ്ടായിരുന്നു തോന്നുന്നു. സോ എനിക്ക് ഏറ്റവും പേടിയുള്ള ശബ്ദം പോയി അത്. ഓക്കെ, അപ്പം എൻ്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കും. വീട് കത്തിപ്പോയില്ല, നിങ്ങൾ പേടിക്കണ്ട, വീട് കത്തിപ്പോയില്ല. എനിക്കറിയാം നിങ്ങൾ ബ്രേവ് വന്നു, അത് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ വീട് കത്തിക്കില്ല അത് മൈൻക്രാഫ്റ്റിൽ. പക്ഷേ ഇനി മൈൻക്രാഫ്റ്റിൽ കളിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത്. കണ്ട, വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്. കണ്ട എന്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. നമ്മൾ ആദ്യത്തെ വേൾഡാണ്, അതായത് ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഭയങ്കര സിമ്പിൾ ആൻഡ് വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കി വീട്. നമുക്ക് കാണാം ബെഡ് ഉണ്ട്, നമ്മൾക്ക് എല്ലാ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇപ്പം ഉണ്ട്. നമ്മൾക്ക് ഇനി മൈനിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭക്ഷണം എല്ലായി. കണ്ട വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ, സിമ്പിളല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾക്കിങ്ങനെ പുറത്തേക്ക് സിമ്പിളായിട്ട് നോക്കാം. ഗ്ലാസ് എന്തോ പെട്ടെന്ന് ഡിസപ്പിയർ ആവും എന്തോ, അത് കാരണം ഞാൻ ഈ ഫെൻസ് വെച്ചേ. ഓക്കെ, ഒന്നുമില്ല, ശരി സേഫാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ നേരത്തെ കേട്ട ശബ്ദം ഭയങ്കര പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ അവസാനിപ്പിക്കും ഇവിടെ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്തോണേ. പിന്നെ മറക്കാതെ ഇങ്ങനത്തെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തോണം. കാരണം എനിക്ക് എൻ്റെ ഒരു ഡ്രീമാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആവുക. 1K എങ്കിലാവുമെന്ന് നിങ്ങൾ സഹായിച്ചോണം ഗൈസ്, പ്ലീസ്. ഇനി ഇത് അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കണ്ടോണം. അപ്പോൾ എന്നാൽ ശരി, സൈനിങ് ഓഫ് സിൽഫൺ.